ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്നാണ് ഇക്ക വിളിച്ചിട്ട് സർപ്രൈസായിട്ട് പറഞ്ഞ് ഞാൻ നാളെ വരുന്നുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, അത് പെട്ടെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് തിരക്ക് പിടിച്ച് പോകുന്ന ഒരിത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോസാണിത്. അപ്പോൾ ഇതേ നമ്മൾ തൃശ്ശൂർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആലത്തൂരിൽ നിന്ന് തൃശ്ശൂർക്ക്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഇവിടെ അടുത്തുണ്ട്. ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്തിട്ട് ഇതുവരെ വീഡിയോ എടുത്ത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേത് സ്ഥലക്കാ? മറ്റേ ട്രോള് അല്ലേ? തൃശ്ശൂർ പോകുമ്പോൾ പാലിയേക്കര ട്രോള്. എനിക്ക് സ്ഥലങ്ങളൊക്കെ അറിയാം, പക്ഷെ പേര് പെട്ടെന്ന് പിടുത്തം കിട്ടില്ല, അതാണ് പ്രശ്നം. പിന്നെ ഇപ്പോൾ ജലദോഷം പിടിച്ചുകൊണ്ട് മൂക്ക് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അതും കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കനെ വിളിക്കാനായിട്ട് ഞാനും അച്ചു അർഷാദുമാണ് പോകുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ, ഇക്ക ഇതിനെന്തോന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കുതിരൻ ആ മറ്റേ ചുരമല്ലേ? ആ ചുരത്തിന് വേറെ എന്തെങ്കിലും പറയോ? ഇത് നമ്മുടെ തൃശ്ശൂർ പോകുന്ന വഴിക്കുള്ളതാണ്. ഇതിപ്പോൾ ഇത് ഏത് സ്ഥലം പറയുന്നത്? കുതിരൻ. അതെ, പണ്ട് നമ്മളൊക്കെ പോയിരുന്ന വേറെ വഴി കൂടെയാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം വന്നുകൊണ്ട് ഈ വഴിക്ക് പോകുന്നു അല്ലേ? 2 വർഷമായി അല്ലേ? ഇക്കാനെ ഞാൻ കൊണ്ടുവിടാൻ വേണ്ടി പോയതാണ്. ഞങ്ങൾ 2 വർഷമായി. ആ 2 വർഷത്തിന് ശേഷമാണ് എയർപോർട്ടിലേക്ക് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോയി നോക്കിയപ്പോൾ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. 2 വർഷത്തിൻ്റെ ഉള്ളിൽ കുറേ ഇത് വരുമല്ലോ. അപ്പോൾ ദേ ഇങ്ങനെ പോകും. നല്ല രസമല്ലേ ഇതിൻ്റെ ഇത് കൂടെ ഇങ്ങനെ പോകാൻ? നല്ല രസമുണ്ട്. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനോട് പറയണേ, ബസ് വരെ ചെറുതായിട്ട് കാണുന്നത്. ഇതൊക്കെ കേടാ, കുഞ്ഞ് ബസ്സാണ്. അതിനകത്ത് കയറിയപ്പോൾ ബസ് കുഞ്ഞായിട്ട് കാണും. നമ്മളെ കളിപ്പാട്ടം കാണില്ലേ, അതുപോലെ ഉണ്ട്. നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഇതേ അങ്ങനെ നമ്മളിതിൻ്റെ പുറത്തേക്ക് എത്താനായി. ഇതുണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനിന്, നല്ല രസമുണ്ട്. ഇന്ന് പിന്നെ ഒരു സുഖമില്ലാത്ത ദിവസമാണ്. ഇന്നും ഇനി എഡിറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല, ഇങ്ങനെ നീണ്ടു പോകും. അപ്പോൾ നമ്മൾ ഈ വയ്യ അല്ലെങ്കിൽ പറ്റില്ല ഇപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ കുറേ അങ്ങോട്ട് ഇതായി പോകും. ഇതിപ്പോൾ കാറിൽ ഇപ്പോൾ ഞാനും അച്ചു അർഷാദാണുള്ളത്. പിന്നെ അർഷാദിൻ്റെ ഇതറിയാലോ, വീഡിയോ എടുക്കുമ്പോൾ എപ്പോൾ നോക്കിയാലും മാറി നിൽക്കും. അത് അവനത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാട്ടോ. അത്രയ്ക്ക് എപ്പോഴും ഇഷ്ടമല്ലായിരിക്കില്ല, അവനക്ക് ഇഷ്ടമുള്ള സമയങ്ങളിൽ നിൽക്കും, അല്ലാത്ത സമയങ്ങളിൽ നിൽക്കില്ല. പിന്നെ അവനെ ഞാൻ അങ്ങനെ ഒന്നിനും നിർബന്ധിക്കാറില്ല. അച്ഛന് അത്ര ഇതില്ല, അവനെപ്പോഴും നിന്നോളും. പക്ഷേ അതും അത്യാവശ്യം ഇത് മാത്രമാണ്. അവൻ പറയും വെറുതെ ഇതാക്കേണ്ട അമ്മ എന്ന് പറയും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ അവരെ വീഡിയോ എടുക്കുള്ളൂ. നമ്മൾ ഒന്നിനും നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇത് വേറെ പെട്രോളൊക്കെ ഇത് നമ്മുടെ കുതിരാൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകും. ഇതാണ് പന്നിയങ്കര. പന്നിയങ്കര കഴിഞ്ഞിട്ട് ഇക്കാക്ക് മറന്നുപോയി. ഞാൻ ഈ ഒരു കാറിന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ആ കാറിൻ്റെ മുകളിൽ മറ്റേ സ്പൈഡർമാനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഞാൻ ഒരേ ചിരിയായിരുന്നു, കാറിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി സ്പൈഡർമാനെ വെച്ചിരിക്കുന്നു പറഞ്ഞിട്ട്. അത് വീഡിയോ എടുത്തതാണ്. ഞാൻ അടുത്ത് ഒന്ന് എടുക്കാമെന്ന് വെച്ചിട്ട് അച്ഛനോട് നോക്കി പോകുമ്പോൾ ഞാൻ അടുത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് പോകുമ്പോഴത്തേനും വണ്ടി പിന്നെ വേറെ വഴിക്ക് പോയി. അതുണ്ടോ സ്പൈഡർമാൻ ഇരിക്കുന്നുണ്ടോ? ഇപ്പം പറക്കും മൂപ്പര്. അച്ഛൻ്റെ ഫേവറേറ്റാണ്. ചെറുപ്പത്തിൽ സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് ഇടും, ഭയങ്കര ഒരു ഇതാണ്. ഈ ഒരു വണ്ടി പോകുന്നുണ്ടോ? ഇത് പോയിട്ട് കുറേ അങ്ങോട്ട് പോയപ്പോൾ വേറൊരു വണ്ടിൻ്റെ ഇതിൽ കൊണ്ടിടിച്ചൊരു വയസ്സായൊരു അപ്പൂപ്പൻ്റെ വണ്ടിൻ്റെ അവിടെ. എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മളവിടെ എയർപോർട്ടിൻ്റെ എയർപോർട്ട് നിൽക്കാം. ഇത് നോക്ക്, 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ വ്യത്യാസം വന്നു. നിൽക്കാനെ പോയിട്ട് വിടാൻ പോയതിൻ്റെ ഓർമ്മയുണ്ട്. ആ വിടാൻ പോകുന്നു പറയുമ്പോൾ നമ്മൾ കുറേ വിഷമമൊക്കെ ആയിരിക്കുമല്ലോ. വിളിക്കാൻ പോകുമ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. ദേ അങ്ങനെ അകത്തോട്ടിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുവാണ്. അവിടെ നോക്കിയപ്പോൾ കണിക്കൊന്ന, ഈ സമയത്തൊക്കെ കണിക്കൊന്ന വരുമൊക്കെ. വിഷുക്കണില്ലേ മറ്റേത്, ആ വിഷുക്കണി വെക്കുന്നത്, അതവിടെ എയർപോർട്ടിൽ നിറയുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ അവിടെ എന്താ, അതാ ഞാൻ ചോദിച്ചത്. ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കും പോയപ്പോൾ നമ്മളിങ്ങനെ കുറേ പോകണം.
ആദ്യം എയർപോർട്ട് ഇത്രയും ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അല്ലേ? ഒരു അല്ല, ഇത്രയും ലോങ് ഇതുണ്ടായിരുന്നില്ല, പെട്ടെന്ന് അകത്തേക്ക് പോയിട്ട് കയറാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സെക്ഷനല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ട് അച്ഛന് പിന്നെ അറിയാത്തതുകൊണ്ട് കുറച്ച് ഞങ്ങളവിടെ നിർത്തിയിട്ട് നിങ്ങൾ എവിടെ ഇറങ്ങണമെന്ന് അറിയില്ലല്ലോ. ഞങ്ങൾ കുറേ നടന്നു കാറ് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട്. എന്നിട്ട് വൈകുന്നേരമായി ഇറങ്ങാൻ. വേണ്ടോ ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ സൗണ്ട് ഭയങ്കര വ്യത്യാസമായിട്ടുണ്ടല്ലേ, എനിക്ക് തന്നെ സംസാരിക്കുമ്പോൾ അറിയുന്നുണ്ട്. നല്ല ജലദോഷവും പനിയൊക്കെ ഇതായിട്ട് നല്ല സുഖമില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിട്ടാൽ ഇത് നടക്കില്ല, അതുകൊണ്ട് പിന്നെ വേഗം എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാനിപ്പോൾ ഇത്രയും ഇതായിട്ട് ഇടണ്ട, ലോങ് ആയിട്ട് ഇത്ര വലിയ വീഡിയോ എടുക്കേണ്ട വിചാരിച്ചു. പക്ഷെ നിങ്ങളൊന്ന് കണ്ടിരിക്കട്ടെ എല്ലാവർക്കും. ഇപ്പോൾ നമ്മുടെ എയർപോർട്ട് എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പോയിട്ട് വരുമ്പോൾ ആ ഒരു ഇത് എല്ലാവരും കാണട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇതുണ്ടോ ഇത്രയും പോയിട്ട് അവിടെ എത്തുന്നേ ഇല്ല പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അച്ഛനോട്. പോയി ഇനിയിപ്പോൾ ഇത് എവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് പോവുക. അങ്ങനെ അവിടെ എത്തി. എൻ്റെ വാപ്പാനെ കൊണ്ടുവിടാൻ പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിരുന്നു ആദ്യം നമ്മൾ പോകുന്നൊക്കെ ചെറുപ്പത്തൊക്കെ. പക്ഷെ ഇപ്പോൾ ഒക്കെ മാറി. ഞങ്ങൾ ഇവിടെ കാർ പാർക്ക് ചെയ്ത് പിന്നെ കുറേ ദൂരം നടന്ന് പോയി. ഇതെവിടെയാണെന്നുള്ളത് അറിയില്ലല്ലോ, ഓരോ സെക്ഷനല്ലേ. ഞാൻ ഇക്കാനോടിത് എഡിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ എനിക്ക് സ്ഥലങ്ങളൊന്നും അധികം അറിയില്ല, കണ്ടിട്ടുണ്ട് പക്ഷെ സ്ഥലത്തിൻ്റെ പേരൊന്നും അത്ര അറിയില്ല. അപ്പോൾ എനിക്കൊന്നും പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് ഇക്ക അടുത്ത് തന്നെ ഉണ്ട്. ഇതാണ് ഇവിടെ വന്നു. അച്ഛൻ എന്നെ അർഷാദിനെ അവിടെ ഇറക്കി വിട്ടിട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ കുറേ നേരം കാറിന് ഇറങ്ങി അവിടെ വെയിറ്റ് ചെയ്തു. അച്ഛൻ വണ്ടി നിർത്തിയിട്ട് വരാൻ പോയിട്ടുണ്ട്. ഇക്ക 10:00-ക്കാണ് ഇറങ്ങുന്നതെന്നാണ് പറഞ്ഞത്. സമയം 10 മണിയായി. അർഷാദ് ഇവിടെ കലിപ്പിലാണ്. ഇവനിക്കില്ലേ വീഡിയോ ഫോട്ടോ എടുക്കണമൊന്നും ഇഷ്ടമല്ല. കാറിലിരുന്നിട്ട് മുടിയൊക്കെ ചറപറാന്നായിപ്പോയി. പറ അറിയാതെ എങ്ങനെയായിപ്പോയി. അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതവിടെ ഇരിക്കാവാ, ഞങ്ങളിവിടെ പോയി ഇരിക്കാം. ഇവിടെ ഇരിക്കാം. ആക്ച്വലി കാർ നിർത്തിയിട്ട് വരുന്നത് ഹായ് അച്ചു, ഹായ്. എയർപോർട്ടിൽ വന്നപ്പോൾ കണ്ടൊരു സംഭവം, 3 ആനക്കുട്ടിയിൽ കൂട്ടന്മാര്, കുട്ടിയാരല്ല വലിയ ആന കേട്ടാ. അതിൽ 3 ആൾക്കാർ കയറിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഞ്ചാരമാണോ നടന്ന് മതിയായത്. ഡേ ഫ്ലൈറ്റ്. നമുക്ക് ഇനി പോവാട്ടോ. നോക്കി ഇരുന്നിട്ട് പിക്കാരി കാണാനും ഒന്നുമില്ല. ഡേ പോക്കൻ്റെ ആളുണ്ട് കണ്ടാ, പറഞ്ഞില്ലേ, സർപ്രൈസ് കൊടുത്തതാ. അത് കുഴപ്പമില്ല, അത് ഞാൻ മുഖം കാണിച്ചിട്ടില്ല. അത് വരുന്നു. ഞാൻ കുടിച്ചിരിക്കുകയാണ്. ഇനി ഇറങ്ങാനായിട്ടില്ല, അത്ര കഴിയുന്നു. മൂക്കടിച്ചു അത് കുടിച്ചിട്ട് തണുത്ത്. യാത്രയ്ക്ക് സുഖമായിരുന്നു. അപ്പോൾ ശരി.
അപ്പം അതിന് 1-2 കമ്മിലേക്ക് താണ്ടി മക്കളെ വിളിക്കുകയാണ്. അപ്പം ഇതാണ് ഇക്ക. ഞാൻ കഴിക്കുന്നില്ല. ബീഫ് ഒന്നും കാണാൻ പിന്നെ ആക്കുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇറങ്ങി. കഴിക്കാൻ തന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. രാവിലെ നേരത്തെ എണിച്ചതിൻ്റെയും പിന്നെ ഇക്ക വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ലല്ലോ. നേരത്തെ എണിക്കണം, പോകണം, വിളിക്കാൻ പോകണം എന്നുള്ള ആ ഒരിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ബൈ.